ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഐക്യന്ന് വാങ്ങിച്ച കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പാത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വൈറ്റ് കളറിലുള്ള 4 പ്ലേറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള കുറച്ച് ഡെപ്തുള്ള പ്ലേറ്റുകളാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ചിക്കൻ അതുപോലെ ബേക്കറികളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു പ്ലേറ്റാണിത്. 69 രൂപയുള്ളൂ ഈ പ്ലേറ്റിനൊക്കെ. പിന്നെ വൈറ്റ് കളറാകുമ്പോൾ നല്ലൊരു വൃത്തിയാണല്ലോ. ഇതുപോലെ കുഴിയുള്ളതുകൊണ്ട് കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയ പ്ലേറ്റാണ്. നമ്മൾ ഫ്ലാറ്റ് പ്ലേറ്റിലൊക്കെ അവർക്ക് കൊടുക്കുമ്പോൾ പലതും താഴെയാവും. അപ്പോൾ ഇങ്ങനത്തെ പ്ലേറ്റ് ആവുമ്പോൾ അവർക്കും ഒന്നും കളയാതെ കഴിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ബാംഗ്ലൂർ ഐക്യയിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നത് ഒരുവിധം ഇവരുടെ എല്ലാ പ്രൊഡക്ട്സും എല്ലാ ഐക്യയിലും ഉണ്ടാവുമെന്നാണ്. അടുത്തതായി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലത്തെ 2 കപ്പാണ്. ഐക്യയിൽ പോയിട്ടുള്ള എല്ലാവരുടെയും വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടാവുന്ന ഒരു സാധനമാണിത്. ഇത് ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പല കളേഴ്സും ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള കപ്പാണ്. നമുക്ക് ഡെയിലി കാപ്പി ചായയൊക്കെ കുടിക്കാൻ ഉപയോഗിക്കാം. ഇതിന് ഒരു 100 രൂപ റേഞ്ചിലാണ് റേറ്റ്. നേരത്തെ കാണിച്ച കപ്പിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് കൂടിയ കപ്പാണിത്. ഇതും ഞാൻ ഒന്ന് വാങ്ങിച്ചു. ഇതുപോലത്തെ കളർ അധികം എവിടെ അങ്ങനെ കാണാത്തൊരു കളറാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചു. ഇതും നല്ല ക്വാളിറ്റി ഉള്ള കപ്പാണ്. ഇനി അടുത്ത പ്രോഡക്റ്റ് ഒരു പുഡിംഗ് ട്രേ ആണ്. പുഡിംഗ് ട്രേ ആണെങ്കിലും ഇത് ഞാൻ ഗസ്റ്റൊക്കെ വരുമ്പോൾ റൈസും അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ട ഒക്കെ സെർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. മൾട്ടിപർപ്പസ് ട്രേ ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇത് മൈക്രോവേവ് സേഫും ആണ്. അതുകൊണ്ട് തന്നെ ചൂടാക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. വലിയൊരു പാർട്ടി ആണെങ്കിൽ കറിയും ഇതിൽ എടുക്കാം. ഇതിനൊരു 500ൻ്റെ മുകളിലൊക്കെ റേറ്റ് ഉണ്ട്. പക്ഷേ നല്ല യൂസ്ഫുൾ ആണ്. ഇങ്ങനെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ പ്രത്യേകിച്ചും. ഈ ഒരു മാറ്റും ഞാൻ ഐക്യന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. അടുത്തതായി ഇതുപോലത്തെ പ്ലേറ്റാണ്. ഇതൊരു 6 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ഈ പ്ലേറ്റിൻ്റെ നേരെ വലുതാണ്. പക്ഷേ നേരത്തെ കാണിച്ച അത്ര ഡെപ്ത് ഇല്ല. സാധാരണ നമ്മൾ ചോറൊക്കെ കഴിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന അതുപോലത്തെ പ്ലേറ്റാണ്. വീട്ടിൽ ഡെയിലി യൂസിനെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. നമ്മുടെ ഒരു ശീലം വെച്ചിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല പ്ലേറ്റിൽ കൊടുത്തിട്ട് നമ്മൾ സാധാരണ പ്ലേറ്റിലാണ് കഴിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് നമ്മൾ അങ്ങനെ കഴിക്കുന്നത്, നമുക്കും നല്ല പ്ലേറ്റിലൊക്കെ കഴിച്ചൂടെ, അങ്ങനെ വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഇതിനും 69 രൂപയേ ഉള്ളൂ. ഇതൊക്കെ ഡെയിലി യൂസിനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ കറകളൊന്നും പറ്റി പിടിക്കില്ല. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ തന്നെ പോവും. അടുത്തതായി ഞാൻ വാങ്ങിച്ചത് ഇതുപോലത്തെ പ്ലേറ്റാണ്. ഇത് 4 എണ്ണത്തിൻ്റെ സെറ്റാണ്. ഇതിൽ 4 കളേഴ്സ് ഉണ്ടാവും. ഓറഞ്ച്, ഗ്രീന്, വൈറ്റ്, പിന്നെ ബ്ലൂ. ഇങ്ങനെ 4 കളേഴ്സിൻ്റെ പ്ലേറ്റാണ്. ഇത് മൈക്രോവേവ് സേഫാണ്. ഇത് നമുക്ക് നോർമലി കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്നാക്സ് ഒക്കെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് പ്ലേറ്റുകളാണ്. പിന്നെ ഇത് കളർഫുൾ ആയതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതും ഐക്യയിൽ പോയിട്ടുള്ളവരെല്ലാവരും വാങ്ങിച്ചിരിക്കാനാണ് സാധ്യത. കാരണം അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് ഇതൊക്കെ കിട്ടുന്നത്. പിന്നെ വാങ്ങിച്ചത് ഇതുപോലത്തെ ഒരു സ്പൂണിൻ്റെയും ഫോർക്കിൻ്റെയും നൈഫിൻ്റെയും സെറ്റാണ്. ഇതും നല്ല ക്വാളിറ്റി ഉണ്ട്. ഭയങ്കര റേറ്റ് കുറവുമാണ്. അടുത്തതായി ഞാൻ വാങ്ങിച്ചത് ഇതുപോലത്തെ 2 വൈറ്റ് കളറ് ബൗളാണ്. ഇത് നമുക്ക് സാധാരണ ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. 1-2 പേർക്ക് കറിയൊക്കെ എടുക്കാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള ബൗളാണ്. ഇതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു ബൗളും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വലിപ്പമൊക്കെ സെയിം തന്നെയാണ്, കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതിനും ആ റേറ്റ് തന്നെയാണ്. അയക്കുന്നത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അവർ കറിയൊക്കെ തരുന്നത് ഇതുപോലത്തെ ബൗളിലാണ്. ഇതും മൈക്രോവേവ് സേഫാണ്. ഇനി അടുത്ത ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലത്തെ പ്ലേറ്റാണ്. നേരത്തെ ഞാൻ വാങ്ങിച്ച വൈറ്റ് പ്ലേറ്റ് കാണിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ പ്ലേറ്റാണ്. അതേ സൈസിലുള്ള പ്ലേറ്റാണ്. പക്ഷേ കളറ് മാത്രം വ്യത്യാസമുണ്ട്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ കാണിച്ച ഒരു ബൗളുണ്ടല്ലോ, ആ ബൗളിൻ്റെ അതേ കളറാണ് ഈ പ്ലേറ്റും. അപ്പോൾ ഒരു സെറ്റായിട്ടൊക്കെ നമുക്കിത് വെക്കാം. ചോറ് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള പ്ലേറ്റാണ്. അധികം കോമൺ അല്ലാത്തൊരു കളറാണിത്. ഐക്യയിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ റേറ്റ് കുറഞ്ഞത് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും. 1-2 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും എവിടേക്ക് എന്തൊക്കെയാണ് അഫോർഡബിൾ ആയിട്ട് കിട്ടുക എന്നുള്ളത്. ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഇതുപോലെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. പിന്നെ ക്രോക്കറീസ് ആകുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് എന്തായാലും ആവശ്യമുള്ള ഒരു സാധനമാണല്ലോ. പിന്നെ ഇത് പ്ലേറ്റൊക്കെ വെക്കാൻ വേണ്ടി വാങ്ങിച്ച ഒരു പ്ലേറ്റ് ഹോൾഡറാണ്. ഇതിൽ സ്പൂണും കൂടെ വെക്കാം. അപ്പോൾ ഇതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടിയതാണ്. ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. ഇതിൻ്റെ വൈറ്റും ഉണ്ടായിരുന്നു. വൈറ്റ് ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. പ്ലാസ്റ്റിക് ആകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.